ഫ്രണ്ട്സ്, ലിദൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, നാളെ ലിതുമോളെ സ്കൂളിൽ ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പച്ചക്കറി വാങ്ങണം, പിന്നെ പൂവ് പറിക്കണം, സ്നേഹപ്പൂക്കൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പൂവ് പറിക്കണം. നാടൻ പൂക്കളാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. നാടൻ പൂക്കൾക്കാണ് പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ നാടൻ പൂക്കൾ പറിക്കണം. അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം എടുക്കണം. അങ്ങനെ ഞാൻ ലിതുമോളുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യം അമ്മ അവിടെ ലിതുമോൾക്ക് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ 3 പേരുടെയും ബ്ലൗസുകൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അതൊക്കെ പോയിട്ട് എടുക്കണം നാളെ. ഞാൻ സെറ്റ് സാരി എടുക്കാമെന്നാണ് വിചാരിച്ചത്. ലിതുമോളെ പട്ടുപാവാടൻ്റെ ബ്ലൗസൊക്കെ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അതൊക്കെ പോയിട്ട് എടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഞാനിതാ എൻ്റെ വീട്ടിലെത്തി. മക്കളാദ്യം ഓടി ഇറങ്ങിയിട്ടോ. അമ്മ ഒരുപാട് ചെടികളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു പൂവുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ അമ്മൻ്റെ ചെടികളാണ്, ഇവിടെയൊക്കെ ഉണ്ട്. അമ്മ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധാരണ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. മക്കളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മക്കളെ കണ്ടപ്പോൾ അമ്മ ആകെ ഷോക്കായി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പലഹാരങ്ങളൊക്കെ ഞങ്ങളെടുത്ത് തിന്നിട്ടോ. പിന്നെ ഇത് അമ്മേൻ്റെ പുതിയ അടുപ്പാണ് കേട്ടോ. ഇതുവരെ പുറത്ത് 3 കല്ല് വെച്ചിട്ടാണ് തീ കൂട്ടിയിരുന്നത്. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ അടുപ്പാണ്. അപ്പോൾ ഇപ്പം അമ്മ ഇതിലാണ് തീ കൂട്ടുന്നത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചു. നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു, കൂടെ പൂളപ്പൊരി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് പൂളപ്പൊരി ഇട്ടോ. വൈകുന്നേരമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവും ബ്ലൗസും ഒക്കെ എടുത്തു. പിന്നെ അമ്മമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മക്കളൊക്കെ എന്തൊക്കെയൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കയ്യിലെന്തോ പൗഡർ ഉണ്ട്, അമ്മ കൊടുത്ത ഒരു പൗഡർ കുപ്പിയുണ്ട്, അത് എടുത്തുകൊണ്ട് പോരുകയാണ് ചെറുത്. ഞാൻ വീട്ടിലെത്തി. അങ്ങനെ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഓലനും അവിയലും ഉണ്ടാക്കി കൊണ്ടുവരാമെന്നാണ് ഞാൻ ടീച്ചറോട് പറഞ്ഞത്. 2 വിഭവം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ട് മേല് കഴുകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മേല് കഴുകിയതിന് ശേഷം രാത്രി തന്നെ 2 വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. രാവിലെ സമയം കിട്ടില്ല. ചെറി വരുമ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ. അവിയലിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും പച്ചക്കറിയും ചെറി വാങ്ങിയിട്ട് വന്നിരുന്നു. മുരിങ്ങക്കായയും പിന്നെ പച്ചപ്പയർ, ചേന, ക്യാരറ്റ്, പച്ചക്കായ, തൈര്, പിന്നെ ഓലനിലേക്ക് വേണ്ട കുമ്പളം ഇളവൻ, അതും ഒരു കഷ്ണം വാങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനം കൊണ്ടുവന്നാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. കാരണം ഒരു ക്ലാസ്സിലെ എല്ലാ മക്കളും ഒത്തിരി വിഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചുറ്റുപാത്രത്തിൽ കൊള്ളുന്ന അത്രയും സാധനം മതിയെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഐറ്റംസൊക്കെ ചെറിയ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു തൈരിൻ്റെ പാക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ നിരത്തി വെച്ചു. ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം എനിക്ക് പോയി മേല് കഴുകി വന്നിട്ട് വേണം ചെറുതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി. രാവിലെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി ഞാൻ പച്ചക്കറിയൊക്കെ നുറുക്കി വെച്ചു. എല്ലാ ഐറ്റംസും പയറും പച്ചക്കായയും ക്യാരറ്റും ചേനയും മുരിങ്ങാക്കോലും ഒക്കെ നന്നാക്കി വെച്ചപ്പോഴാണ് കറണ്ട് പോയത് കേട്ടോ. കറണ്ട് എന്നെ ചതിച്ചു. പിന്നെ ഞാനൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങി. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.